ഹായ് എല്ലാവർക്കും രേഖാസ് കിച്ചൺ വേണ്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ചെറിയൊരു കറിയായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. ഒരു പുളിങ്കറി, പരിപ്പും മുരിങ്ങക്കായും ഇട്ടിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. അപ്പോൾ നമ്മളെ പരിപ്പും മുരിങ്ങക്കായും ഇട്ടിട്ടൊരു പുളിങ്കറി, ചെറിയ കുഞ്ഞ വീഡിയോ ആണ് കേട്ടത്. കാരണം എന്താണെങ്കിൽ ഇതിനധികം സാധനങ്ങളൊന്നും വേണ്ട. ആകെ രണ്ട് സാധനങ്ങളുള്ളൂ, മൂന്നെണ്ണം, മൊത്തം മൂന്നെണ്ണം. അങ്ങ് പരിപ്പ് എളുപ്പത്തിൽ, അതായത് പെട്ടെന്ന് തട്ടിക്കൂട്ട് കറി വെക്കും. ഇതിന്റെ ഒപ്പം ഒരു ചക്കക്കുരു കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായിനെ. ചക്കക്കുരു ചക്ക ഞങ്ങൾക്ക് അല്ല, ഈ പരിപ്പും മാങ്ങയുടെയും അല്ല ആ കൂട്ടത്തില്. പക്ഷെ ചക്കക്കുരും ചക്കയും ഇടിഞ്ചക്കയും ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ നമുക്ക് കുറച്ച് പരിപ്പ് എടുത്ത് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മുരിങ്ങക്കായ മൂന്ന് മുരിങ്ങക്കായ 4 മുരിങ്ങക്കായ ഉണ്ട്. അത് ചെറുതായി കണങ്ങനെ കണ്ട ചെറുതാ, അതാണ് ഇത്ര ആളുടെ എടുത്തത്. പിന്നെ ഇത് നാടൻ മുരിങ്ങക്കായും കൂടിയാണ്. മാങ്ങ ഒരു മാങ്ങ, മുരിങ്ങക്കായ തൊട്ടപ്പുറത്തെ വിട്ടിട്ട്, മാങ്ങ നമ്മുടെ വിട്ടിട്ട്. മുളക് പൊടി 1 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പരിപ്പ് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് പരിപ്പ് നമുക്ക് നല്ല വില കൂടുതലിന്റെ പരിപ്പും വില കുറവിന്റെ പരിപ്പായിട്ട് 2 പരിപ്പുണ്ട്. അപ്പൊ വില കുറവിന്റെ പരിപ്പാണെങ്കിൽ 2 വിസിലും, അതല്ലെങ്കിൽ ഒറ്റ വിസിലും മതിട്ടാ. പരിപ്പ് വേവിക്കാനായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് കുക്കർ അടച്ചു വെക്കാം. നമുക്ക് സ്റ്റവ് വെച്ച് കൊടുക്കാം കേട്ടോ. പരിപ്പൊക്കെ വെന്തോ നോക്കട്ടാ. കുക്കറിന്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. പരിപ്പൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുരിങ്ങക്കായ്ക്ക് അധികം വേവില്ലാത്തത് കൊണ്ട് അതിൻ്റെ ഒപ്പം തന്നെ മാങ്ങയും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഈ മാങ്ങ ഇല്ലാത്തവർ, ഇപ്പൊ മാങ്ങയുടെ സീസൺ ആയത് കാരണം കുഴപ്പമില്ല. അതല്ലാത്ത സമയമാണെങ്കിൽ ഇതില് പുളിയും പിഴിഞ്ഞു വയ്ക്കാം കേട്ടോ. ഒപ്പം തന്നെ പൊടികളും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കൊന്നത് മിക്സ് ചെയ്യാം കേട്ടോ. നമ്മളിതില് കുക്കർ അടച്ചു വെച്ചിട്ടല്ല വേവിക്കണേ, തുറന്നു വെച്ചിട്ടാണ്. കാരണം മുരിങ്ങക്കായ്ക്കും മാങ്ങിക്കൊന്നും അധികം വേവില്ലാത്തതുകൊണ്ട് നമ്മൾ സ്റ്റവ് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കറിയൊക്കെ നന്നായി തിളച്ചിട്ടാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിന്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതെ, മാങ്ങയൊക്കെ മുരിങ്ങക്കായ്ക്ക് നന്നായി വെന്തിട്ടാം. മുരിങ്ങക്കായ എടുത്തപ്പോ ഇത് ചള്ള് മുരിങ്ങക്കായ കാരണം നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. അതെ, ഇതൊന്ന് കാച്ചു വയ്ക്കട്ടെ. നമ്മുടെ മുരിങ്ങക്കായും പരിപ്പൊക്കെ വെന്തിട്ടുണ്ട്. ഒരു പാത്രം എടുത്ത് വെച്ചു. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി നമുക്ക് പച്ചമുളകും വേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകും ഒന്ന് ചുവന്ന് കളറായിട്ട് വരണട്ടോ. നമുക്ക് ഇതേ കടുകും വേപ്പിൻ്റെ ഇലയും വറ്റൽമുളകും കൂടിയിട്ട് നമ്മുടെ കറിയിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ചെറിയൊരു വീഡിയോ എൻ്റെ അവസാനിക്കുകയാണ് കേട്ടോ. വല്ല വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അടിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഓൾ എന്നുള്ള ബട്ടൺ കൂടി ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പുതിയൊരു വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ടാറ്റ ബൈ ബൈ.